പത്തനംതിട്ട ഒരു 10 കിലോമീറ്റർ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കോന്നി എക്കോ ടൂറിസം എന്ന സ്ഥലത്തെത്തും. അവിടെ വളരെ ഒരു വലിയൊരു എക്സ്പെക്റ്റേഷനായിട്ടൊന്നും വരണ്ട, പക്ഷേ 1 ഡേ ട്രിപ്പൊക്കെ നല്ലൊരു സ്ഥലമാണ്. വീക്കെൻഡിൽ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ഥലമാണ്. ഈ കാണുന്ന പാർക്കിംഗ് ഏരിയയാണ്. അത് കഴിഞ്ഞാൽ ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. 50 രൂപയാണ് അഡൾട്ടിന്, പിന്നെ 30 രൂപ പാർക്കിംഗ് ഫീസും ഈടാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതെന്ന് വെച്ചാൽ പഴയ ആനക്കൊട്ടിലാണ്. അവിടെ വെച്ചാണ് ആനയെ മെരിക്കുന്നതും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അതിൻ്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. 942 ഇത് സ്ഥാപിക്കുന്നത് ആദ്യമായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ആനകൾ അവിടെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് 10-20 വർഷം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. നിലവിലിപ്പോൾ ഒരു 6 ആന മാത്രമേ ഇതിനകത്തുള്ളൂ. അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മ്യൂസിയമാണ്. സോ പഴയ രീതിയിലുള്ള ആനയുടെ പിടുത്തം, ആനയുടെ മറ്റേ കെണി ഒരുക്കുന്ന രീതി, അതെല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ട്രാപ്പിംഗ് പിറ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ അതിൻ്റെ ആനക്കുഴി ഒഴുക്കി അതിനെ പിടിക്കുന്ന മെത്തേഡ്. പിന്നെ ഇതിൻ്റെ ഒരു എവല്യൂഷൻ, അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് അതിൻ്റെ എവല്യൂഷൻ ഉണ്ട് ഇന്നത്തെ ആനയുടെ രൂപത്തിൽ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു സ്കെൽട്ടൺ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഏഷ്യൻ ആനയാണ്. ഇത് ഇപ്പോൾ തിരുന്ന ആഫ്രിക്കൻ ആനയാണ്. കാരണം ഏഷ്യൻ ആനയ്ക്ക് 3 ടൺ വെയിറ്റ് മാത്രമേ ഉള്ളൂ. ആഫ്രിക്കൻ വരുമ്പോൾ ഏകദേശം 8 ടൺ വരെ വരും. സോ ഡിഫറൻസ് ഭയങ്കരമാണ്. ഇതൊരു ഏഷ്യൻ ആനയുടെ സ്കെൽട്ടൺ ആണ്. നല്ല വൃത്തിയായിട്ട് നമുക്കത് കാണാൻ പറ്റും അവിടെ. പിന്നെ അതിനപ്പുറത്ത് വെച്ചാൽ യൂസ് ചെയ്ത ഐറ്റംസാണ് ഈ ആനയെ തളയ്ക്കാനും പിടിക്കാനൊക്കെ വേണ്ടിയുള്ളത്. ഈ പണ്ട് കാലത്ത് ആനയെ തടി പിടിപ്പിക്കാനൊക്കെ കൊണ്ടുപോകുന്ന സ്ഥലത്തുള്ള അതിൻ്റെ ഒരു മിനിമേച്ചർ രൂപമാണ് ആ കാണുന്നത്. പക്ഷേ ഈ ആനയെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഒരു ആനയുടെ തോന്നുന്നില്ല. തല ഭയങ്കര ചെറുതാണ്. ഈവൻ ഏഷ്യൻ ആനകൾക്ക് തല ചെറുതാണെങ്കിൽ കൂടി ഇത്രയും ചെറുതാവുന്നത് എനിക്ക് തോന്നുന്നു ശില്പത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയ മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. ഇതാണ് ക്യാപ്ചറിങ് പിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആനയുടെ കോട്ടൻ്റെ ബാക്കിലോട്ട് കയറി കഴിഞ്ഞാൽ ആനയുടെ കെട്ടുന്ന സ്ഥലങ്ങളെല്ലാം 3D തിയേറ്റേഴ്സ് ഉണ്ട്. ഒരു 50 രൂപയാണ് അതിൻ്റെ എൻട്രി ഫീ. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു സൗകര്യമുള്ള സ്ഥലമാണ്. പിന്നെ കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നല്ല സ്ഥലമായിരിക്കും. കാരണം അവർക്ക് കളിക്കാനും അവർക്ക് ഇടപെടാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതൊരു എലഫൻ്റ് ആർട്ട് ഗാലറിയാണ്. വലുതായിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് എലഫൻ്റിൻ്റെ ഒരു ശില്പം കണക്ക് പല രൂപത്തിൽ തടിയിലും അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ആനകൾ. ആകെപ്പാടെ ഇപ്പോൾ ഒരു 6 എണ്ണേ ഉള്ളൂ. അതിൽ ഏറ്റവും ക്യൂട്ടെന്ന് പറയുന്നത് ഈ ഒരു കുഞ്ഞൊരു ആനക്കുട്ടിയുണ്ട്. 2 വയസ്സ് മാത്രം പ്രായമുള്ളൊരു ആനക്കുട്ടിയാണ്. കൊച്ചയ്യപ്പൻ എന്നാണ് അതിൻ്റെ പേര്. കൊച്ചയ്യപ്പൻ ഇപ്പോൾ ഫുഡ് കൊടുക്കുന്ന സമയമാണ്. ഭയങ്കര കുസൃതിയാണ്. ഒരു സെക്കൻഡ് പോലും അടങ്ങി നിൽക്കത്തില്ല. ചിഹ്നം വിളിച്ചിതാ വരുന്നു. ഇതാണ് കൊച്ചയ്യപ്പൻ. 2 വർഷം മുമ്പ് 2021 കോന്നിയിൽ വെച്ചിട്ടാണ് അതിനെ പിടിച്ചത്. അതിനുശേഷം ഇവിടെയാണ് എന്നെ വളർത്തുന്നത്. പാവം വഴിതെറ്റി വന്നതായിരിക്കാം. അതിൻ്റെ ഫുഡാണ് രാവിലെ ചോറും മറ്റേ എന്തൊക്കെയോ കറികളൊക്കെ ചേർത്തിട്ട്, അല്ല അതിന് പറ്റിയ ആന ഫുഡെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇവിടെ പ്രത്യേക ആനകൂട്ടിനൊരു പ്രത്യേക ഒരു കൗണ്ടറുണ്ട്. 2001 രൂപയും കൊണ്ടാണ് ഒരു ആനയ്ക്ക് നമുക്ക് ഫുഡ് കൊടുക്കേണ്ട ചിലവെന്ന് പറയുന്നത്. ഇവനാണ് കൊച്ചയ്യപ്പൻ. ചെറിയ ആനയാണ്, പക്ഷേ ഭയങ്കര കുസൃതിയാണ്. രസമുണ്ട് പക്ഷേ ഇതിനെ കണ്ടുകൊണ്ടിരിക്കാൻ. അത് കഴിഞ്ഞ് ഇത് മീനയ്ക്ക് 10-22 വയസ്സിൽ പുറത്തുണ്ട്. ഇങ്ങനെ കുളിക്കുന്നൊരു വീഡിയോ ആണ്. ഇത്രയും നേരം തറയിലിട്ട് ഉരച്ച് തേച്ച് കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് പുള്ളി ഒന്ന് എണീറ്റത്. അപ്പോഴത്തേക്ക് ആ ഓസിൽ നിന്നുള്ള വെള്ളം പിടിച്ചെടുത്തിട്ട് തല വഴി ഒഴിക്കുകയാണ്. നല്ല ക്യൂട്ടാണ് കണ്ടുകൊണ്ടിരിക്കാൻ. സോ ഇതാണ് ഇവിടുത്തെ മൊത്തം ആനകൾ. ഏകദേശം ഒരു 6 എണ്ണത്തിനടുത്തുണ്ട്. ഇത് കൊച്ചയ്യപ്പൻ്റെ ആന അത്. പിന്നെ ഈ സൈഡിലുള്ളത് കൃഷ്ണയാണ്. കൃഷ്ണയ്ക്കൊരു 12 വയസ്സായി, പക്ഷേ ആടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാര്യമെന്ന് അറിയത്തില്ല. ഫുഡിന് വേണ്ടി ആയിരിക്കാം മേ ബി. കൊച്ചയ്യപ്പൻ 2 വയസ്സുള്ള. അത് അവിടുത്തെ ക്ലീനുമായിട്ടൊക്കെ കളിച്ച് സന്തോഷം കിടക്കുന്നു.
ഇത് ഈവയ്ക്ക് 32 വയസ്സായി. ഇത് പ്രിയദർശിനി 40 വയസ്സുണ്ട്, കുറച്ച് പ്രായമായാണ്, പക്ഷേ ഭയങ്കര നീരായിട്ട്. ഇത് മീന 33 വയസ്സുള്ള മീനാണ് ഇപ്പോൾ കണ്ടത് കുളിക്കുന്നത്. അതിന് ഒരുത്തുണ്ട്, മുകളിലോട്ടുണ്ട് ഒരുത്തൻ, അതിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ കൊച്ചയ്യപ്പൻ്റെ കുസൃതിയാണ്. ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കുക കൊച്ചയ്യപ്പനാണ്. എല്ലാ കുട്ടികളും അങ്ങനെയാണ്, അവരുടെ എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കരമല്ലേ, ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കത്തില്ല. കണ്ട എന്തോ വേണമെന്നോ എനിക്കറിയത്തില്ല, പക്ഷേ ഇതൊന്ന് പുറത്തോട്ട് ഇറങ്ങി പോകാനുള്ളൊരു ഇതായിരിക്കും. ഇപ്പോഴും കൂട്ടിക്കിടന്നിട്ട് എന്തോ ചെയ്യാനാ പാവം. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ബേസിക്കലി എക്കോ ടൂറിസ്റ്റിൻ്റെ പാർട്ടായിട്ട് ആന ഉള്ളത്. 6 ഉള്ളൂ. ഒരുപാട് എക്സ്പെക്റ്റേഷനായിട്ട് വരേണ്ട ആവശ്യമില്ല, പക്ഷേ കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ജസ്റ്റ് ഒരു 1 ഡേ ട്രിപ്പ് കണക്ക്. പിന്നെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അകത്ത് തന്നെ ഐസ്ക്രീം കഴിക്കാം, ഫുഡ് കഴിക്കാം, ചായ കുടിക്കാം. പിന്നെ മറ്റേ പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രധാനമന്ത്രിയുടെ കൊണ്ടുവന്ന് യോജനാസ് പ്രകാരം ഇവിടെ സ്റ്റാൾസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാം. ചായപ്പൊടി തൊട്ട് ചന്ദനത്തിൻ്റെ ഓരോരോ ഉൽപ്പന്നങ്ങൾ തൊട്ട് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ഹണി ചോദിച്ചപ്പോൾ അവിടെ ഇല്ല, തീർന്നു പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റോക്ക് ഇപ്പോൾ എത്തും. ഇങ്ങനെയാണ് ആനയെ കുളിപ്പിക്കുന്നത്. തറയിൽ കിടത്തി ഓസിട്ട് പാവം. ഇവൻ്റെ പേരെന്ന് പറയുന്നത് നീലാണ്ടനാണ്. 27 വയസ്സ് പ്രായമുണ്ട്. ഇതാണ് കൃഷ്ണ ഭയങ്കര ഒരു ആടി നിൽക്കുകയാണ്. നമുക്കൊരു ഡാൻസ് മൂവൊക്കെ ചെയ്തു തരും കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ. കണ്ടോ, 12 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ, ചെറുതാണ്. ഇത്രയൊക്കെ ഉള്ളു എക്കോ ടൂറിസം. ഒരു 10-100 രൂപയ്ക്ക് അകത്താവുന്ന ഒരു വൺ ഡേ എന്ന് പറയത്തില്ല, ഹാഫ് ഡേ എന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് കയറി കാണാം, ജസ്റ്റ് പോകുക, അത്ര. അല്ലാതെ ഒരുപാട് എക്സ്പെക്റ്റേഷനും വരാനും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആൾക്കാർക്ക് ഇഷ്ടക്കണക്ക്, പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, അത് 100% ഗ്യാരണ്ടിയാണ്. പിന്നെ 11 വയസ്സ് കൃഷ്ണ. ഇത് നമ്മളെ കൊച്ചയ്യപ്പൻ ഇങ്ങനെ കറങ്ങി ഇടയ്ക്കാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ ഇങ്ങോട്ട് പത്തനംതിട്ടയൊക്കെ വിസിറ്റ് ചെയ്യുന്നവർക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം 3-4 ആനയെ കാണാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ മാത്രം വരേണ്ട ആവശ്യമില്ല. വേറെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഇവിടെ. ജസ്റ്റ് ഈ 3-4 ആന മാത്രമേ ഉള്ളൂ. അപ്പോൾ സീ യു.